അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വീഡിയോ ചെയ്യാനാണ്. അപ്പോൾ ഡൂയിങ് മൈ ഡെയിലി അല്ലെങ്കിൽ ഗോ ടു മേക്കപ്പ് ഫ്രം കാർ, അതാണ് ഇന്നത്തെ ടോപ്പിക് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ പ്രൈമർ എടുക്കുകയാണ്. പ്രൈമർ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, കണ്ണട മേലെ കൊടുക്കാം. സ്മൂത്തനിങ് പ്രൈമർ ഇത് നമ്മൾ നൈക്കന്നാണ്. നൈക്ക ഇവിടെ അവൈലബിൾ ആണ്, ഇപ്പോൾ UAE അവൈലബിൾ ആണ്. മെഡിഫ് സിറ്റി സെന്ററിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നൈക്കൻ്റെ പ്രോഡക്റ്റ് ആണ് എടുക്കുന്നത്. പ്രെപ്പ് മീ അപ്പ് പ്രൈമർ ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഷാർലറ്റ് ടിൽബറിൻ്റെ ഫ്ലോലെസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊരു ഗ്ലോ ഒക്കെ തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. സോ മാക്സിമം നമ്മൾ കൈ കൊണ്ട് തന്നെ ചെയ്യാണ്, പെട്ടെന്ന് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട്. ദെൻ നമ്മളെ സ്പോട്ട് ലൈറ്റ് ഗ്ലോ സ്റ്റിക്ക് ഫൗണ്ടേഷൻ ഫ്രം ഡെയിലി ലൈഫ് ഫോർ എവർ. ഇതും നമ്മൾ UAE അവൈലബിൾ ആണ് കേട്ടോ. UAE അവൈലബിൾ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ ആണ്. പക്ഷെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇതിൻ്റെ ഷെയ്ഡ് റേഞ്ച് ആകെ 3-4 ഷെയ്ഡേ വരുന്നുള്ളൂ. ആൻഡ് ദിസ് ഈസ് ഓക്കെ, ലിറ്റിൽ ബിറ്റ് ഡാർക്ക് ആണ്, ബട്ട് അത്യാവശ്യം നല്ലൊരു ഡെയിലി പെട്ടെന്ന് പോകുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. സോ അത് ഞാൻ കൈ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്, പെട്ടെന്ന് തീരണം. ഇതിൻ്റെ ഗോ ടു 5 minutes മേക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. സോ ഇനി ജസ്റ്റ് ഒന്ന് കൺസീലർ യൂസ് ചെയ്യാം. നല്ല ഡാർക്ക് സർക്കിൾസ് എല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഹൈലൈറ്റിങ് ഭാഗത്തും ഇവിടെയും കുറച്ച് കറുപ്പ് കളറിലുള്ളടത്തൊക്കെ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. കൺസീലർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ ജോവിതൻ്റെ ബ്രഷാണ്, പാക്ക് വൈറ്റുള്ള കൊളാബറേഷനിൽ വരുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രഷ്. ഞാൻ ഇപ്പോൾ പൊതുവേ ബ്രഷും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം തന്നെ ഹസ്ബൻഡ് മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങാന്ന് പറഞ്ഞാണ് അങ്ങനെ മേക്കപ്പ് ചെയ്യാണ്. പണ്ടത്തെ അത്ര മേക്കപ്പിനോടുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇപ്പം. സോ ഇനി നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. സോ ഇതിക്ക് മാച്ച് ആയിട്ടുള്ളൊരു ബ്രൗൺ കളർ എടുക്കുകയാണ്. ഇത് നമ്മളുടെ പ്രോഷ് ബ്യൂട്ടീൻ്റെ കേട്ടോ, ദ ഷോ സ്റ്റോപ്പർ ആണ്. അതിൻ്റെ ഈ ഒരു ഷെയ്ഡ് ഹൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് എടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടിയിൽ മാത്രം കുറച്ചൊരു ബ്രൗൺ ഇട്ടെടുക്കണം കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമ്മളുടെ കണ്ണിൻ്റെ ഈ അടിയിൽ ഇനി നമുക്ക് ഐബ്രോ. ഇത് നമ്മളുടെ എസെൻസിൻ്റെ ഐബ്രോ പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ ഭയങ്കര ഈ സാധനം ഒന്നും കോസ്റ്റ്ലി അല്ല കേട്ടോ. എസെൻസിൻ്റെ പ്രോഡക്റ്റ്സ് ഒന്നും കോസ്റ്റ്ലി അല്ല. അപ്പോൾ അതിൻ്റെ ഇത് വെച്ചിട്ട്
നമ്മൾ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓവറാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു പാർക്കിലേക്ക് പോവുകയാണ്. ജസ്റ്റ് ഒന്ന് ഒരുങ്ങി പോകാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. ഓക്കേ, അതിൻ്റെ ബാക്കി വരുന്നത് മാത്രം ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ അങ്ങനെയുണ്ട്. ഒരു ഐബ്രോ ഫില്ല് ചെയ്തു, ഒരു ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെയാണിത് വരുന്നത്. നമുക്ക് ഈ ഭാഗത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. രണ്ട് ഇതും ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മളുടെ ഐബ്രോ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. ഇത് പാറ്റ് മാക്രാത്ത് ലാബിൻ്റെ ഡാർക്ക് സ്റ്റാർ മസ്കാരയാണ്. ഐബ്രോ പ്രൊഡക്റ്റ് അല്ല കേട്ടോ, മസ്കാരയാണ് എടുക്കുന്നത്. അപ്പോൾ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് കെ ബ്യൂട്ടീൻ്റെ എംബ്രേസ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. കെ ബ്യൂട്ടീൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇത്. കത്രീന കൈഫിന് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. That's it. ഇനി വേണമെങ്കിൽ ഈ ഷെയ്ഡിനെ എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ബ്ലഷായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം ഞാൻ അതേപോലെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഹൈലൈറ്ററും ബ്ലഷും കൂടി ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു ബ്ലഷിൻ്റെ ഇതും കിട്ടും, എന്നാൽ ഒരു ജസ്റ്റ് ഒരു ഗ്ലോവും കിട്ടും. കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ കേട്ടോ, തീരെ ഇല്ലാത്ത പോലെ ഉണ്ട്. ഇങ്ങനെ ബ്ലഷ് എടുക്കാൻ മറന്നാണ്. അപ്പോൾ ശരിക്കും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യരുതെന്നാണ് ബ്ലഷായിട്ട് പറയാറ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ സ്പെക്സ് യൂസ് ചെയ്യാറുണ്ട്. സോ ഇതാണ് ഇന്നത്തെ മേക്കപ്പ് ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ബൈ ബൈ.